വിന്റേജ് കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുക്കളോട് ഇപ്പോൾ നമുക്കൊക്കെ വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ഈ വിന്റേജ് കാലഘട്ടത്തിൽ ഇറങ്ങിയ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട 500ഓളം വസ്തുക്കൾ കൊണ്ടൊരു വീട് നിറച്ചാൽ എങ്ങനെയുണ്ടാകും? അടിപൊളിയായിരിക്കില്ലേ? വർഷങ്ങൾ പഴക്കമുള്ള മ്യൂസിക്കൽ സിസ്റ്റവും ആംപ്ലിഫയറും ഒക്കെ ശേഖരിക്കുന്നത് തന്റെ ഇഷ്ട വിനോദമാക്കി മാറ്റിയ സജി കൃഷ്ണനെയാണ് നമ്മൾ ഇന്ന് തത്സമയ റിപ്പോർട്ടറിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. വിന്റേജ് പാലസിനുള്ളിലേക്ക് കയറിയാൽ പേരുപോലെ തന്നെ മൊത്തത്തിൽ ഒരു വിന്റേജ് മയമാണ്. 500-ൽ പരം സ്പീക്കേഴ്സും ആംപ്ലിഫയേഴ്സും റേഡിയോയും ഒക്കെയായി വലിയൊരു ശേഖരം. മ്യൂസിക് പാഷനായ സജികൃഷ്ണൻ കുട്ടിക്കാലത്ത് എപ്പോഴോ തോന്നിയൊരു ഇഷ്ടത്തിന്റെ പേരിൽ തുടങ്ങിയതാണ് ഇവയുടെ ശേഖരം. 30 വർഷങ്ങളായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ബ്രാൻഡുകളുടെ കളക്ഷൻസാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനകത്ത് ടെക്നിക്സ്, ഫിഷർ, ബോസ്, വിക്ടർ, സോണി അങ്ങനെ തുടങ്ങി വേൾഡ് റിനോൺഡ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ് ഇവിടെ നമ്മൾ കൂടുതൽ. എനിക്ക് കൂടുതൽ കളക്ഷൻസ് സ്പീക്കേഴ്സും ആംപ്ലിഫയേഴ്സുമാണ്. ഈ കാണുന്നത് മുഴുവൻ ബുക്ക് ഷെൽഫിൻ്റെ സെക്ഷനാണ്. ഇതിനകത്ത് നമുക്ക് 2-വേ സ്പീക്കേഴ്സ് വേൾഡ് വൈഡ്, അതായത് US, UK, ജർമ്മൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻസ് ഉണ്ട്. ഇത് തന്നെ വിൻറ്റേജിൽ ഇൻറ്റഗ്ര എന്ന് പറയുന്ന ഓങ്കിയോയുടെ ഡയറ്റോണിൻ്റെ പ്രീ ആംബും ഇത് ആംബുമാണ്. വാൽവ് ആംപ്ലിഫയർ എന്ന് പറയും. ഇതൊരു ചൈനീസ് ബ്രാൻഡാണ്. ഇതിനകത്ത് 7 വാൽവുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 10 വാട്ട്സാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇത് വളരെ ക്ലിയറായിട്ട് നമുക്ക് സംഗീതം ആസ്വദിക്കാൻ ഏറ്റവും ക്ലാരിറ്റി കൂടിയ ഒരു ഫോമാറ്റിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യും സൗണ്ട്. യമഹയുടെ ഡയൽ ഷേപ്പിൽ, അത് നമ്മുടെ ബെഡ് സൈഡ് ഡയൽ എന്നാണ് ഇതിന് പറയുക. ഇതും യമഹ കമ്പനിയുടെ ഇത് ഫുൾ റേഞ്ച് സ്പീക്കേഴ്സാണ്. അതിനകത്ത് ക്ലോക്ക്, അലാം, ട്യൂണർ, അതായത് റേഡിയോ, ഓക്സ്, ബ്ലൂടൂത്ത്, ഇത്രയും ഫങ്ഷൻസ് ഉള്ള ഒരു യൂണിറ്റാണിത്. 70-80 കാലഘട്ടങ്ങളിൽ പോപ്പുലറായിരുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇത് കാണുന്നത്. ഇതൊരു 5 പീസ് സെറ്റാണ്. ഇതിൻ്റെ ഏറ്റവും താഴത്തത് കാസറ്റ് ഡെക്ക്, പിന്നെ നമുക്കുള്ളത് ഇക്വലൈസർ, ആംപ്ലിഫയർ, ട്യൂണർ, CD പ്ലെയർ. പൂജപ്പുര മുടവൻമുകളിലെത്തിയാൽ ഈ വലിയ ശേഖരം നേരിൽ കാണുവാനും ഇഷ്ടമുള്ളത് സ്വന്തമാക്കുവാനും അവസരമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അടിപൊളിയായിട്ടുണ്ടല്ലേ? അവിടെ ഒരുക്കിയതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. കാണാൻ മാത്രം ഒരുപാടുണ്ട്. നമുക്കപ്പം ഇന്ദുലേഖ രേണു ചേരുന്നുണ്ട് തത്സമയം. ഇന്ദു, ഈ വിന്റേജ് ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. യൂത്തന്മാരാണെങ്കിലും ജെൻസി പിള്ളേരാണെങ്കിലും ഒക്കെ ഇപ്പോൾ വിന്റേജ് ട്രെൻഡിനൊപ്പമാണ്. നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ പോലും വിന്റേജ് എഫക്റ്റ് തപ്പിപ്പോകും. അപ്പോഴാണ് വർഷങ്ങൾ പഴക്കമുള്ള മ്യൂസിക്കൽ സിസ്റ്റവും ആംപ്ലിഫയറും ഒക്കെ അതേപടി ശേഖരിച്ച് വെച്ചിരിക്കുന്ന തൻ്റെ ഇഷ്ട വിനോദമാക്കി മാറ്റിയിരിക്കുന്ന സജി കൃഷ്ണനെ കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ വീട് എന്തായാലും ഇന്ദുലേഖ നേരിട്ട് പോയി കണ്ടു. അവിടെ ഒരുപാട് കാണാൻ മാത്രമുള്ള വസ്തുക്കളുണ്ട്. ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവുമല്ലേ നേരിട്ട് അവിടെ എത്തിയപ്പോൾ? നിങ്ങൾ കണ്ട വീടിന് മുന്നിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതിനുള്ളിൽ ഇങ്ങനെ ഒരു ലോകമുണ്ടായിരുന്നെന്ന്. കാരണം നമുക്ക് പുറമേ നിന്നൊരു വീടായി തോന്നും, പക്ഷെ അതിനുള്ളിൽ ഒരു കൊച്ചു മ്യൂസിയം ഉണ്ട്. ഇതുപോലെ ഒരുപാട് വിൽക്കാനായിട്ട് പഴയ കളക്ഷൻസ് ഒരുപാട് അദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഇപ്പോൾ ഒരു വിൻറ്റേജ് കാലഘട്ടത്തോട്, അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളോട്, വണ്ടികളോട്, ഇതുപോലെ ഹോം ഡെക്കോസിനോട് ഒക്കെ വല്ലാത്തൊരു ഇഷ്ടമുണ്ടല്ലേ? അങ്ങനെയുള്ളവ സ്വന്തമാക്കാനും അതിങ്ങനെ വീട്ടിലൊക്കെ ആയാലും കൊണ്ടുപോയി വെക്കാനും മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് വലിയൊരു ഇഷ്ടമുണ്ടല്ലേ? ഇവൻ ഇപ്പോൾ ഫോട്ടോസ് എടുക്കുമ്പോൾ പോലും നമ്മളൊരു വിൻറ്റേജ് മൂഡ് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ എല്ലാവർക്കും ഒരു ക്രേസായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ഞാനും ഈ എക്സിബിഷൻ്റെ പോസ്റ്റർ കണ്ടിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. എന്താണ് സംഭവമെന്നൊന്ന് കാണാമല്ലോ. 600-ൽ പരം ആംപ്ലിഫയേഴ്സ് ഉണ്ട്, സ്പീക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പഴയ റേഡിയോ, വാക്ക്മാൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു തലമുറയിലുള്ള ആളുകൾക്കെല്ലാം ഇത് കാണുന്ന ഒരു കൗതുകമായിരിക്കും. കാരണം അത്രത്തോളം പഴക്കം വർഷമുണ്ട്. 60കളിലെ സാധനങ്ങളൊക്കെ അദ്ദേഹം എടുത്തു കാണിച്ച് ഇത് ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തതാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനും ഉണ്ട് ആ ഒരു ഇൻട്രസ്റ്റ്. പറയും സജികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ മ്യൂസിക്കിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു റേഡിയോ വീട്ടിലിരുന്ന് തല്ലി പൊട്ടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഗവേഷണം ഇതിനുള്ളിൽ നടത്തുന്നതെന്ന്. അന്ന് തുടങ്ങിയ ഒരു കമ്പമാണ് ഇതിനോട്. US നിന്നും കാനഡയിൽ നിന്നും അങ്ങനെ പല ഇടങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത വസ്തുക്കളാണ് അവിടെ ഇരിക്കുന്നത് മുഴുവൻ. നമുക്ക് പോയി ഇത് കാണുക മാത്രമല്ല പർച്ചേസ് ചെയ്യുകയും ചെയ്യാം.
ചിലതൊക്കെ എക്സ്പെൻസീവ് ആയ സാധനങ്ങളുണ്ട്. മാത്രമല്ല ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത്രയും പഴക്കമുള്ള വസ്തുക്കളാകുമ്പോഴത്തേക്കും കേട് വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കേടായിട്ടിരിക്കുന്നതാണോ നമുക്ക് തരുന്നതെന്നൊക്കെ. പക്ഷെ അവിടെ തന്നെ ഇതൊക്കെ നന്നാക്കി തരുന്നുമുണ്ട്. നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് പോയാൽ അവിടെ കൊണ്ട് തന്നെ റിപ്പയർ ചെയ്ത് തരാം, അതിനൊരു ഫുൾ ഗ്യാരണ്ടി അവർ തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്ലേ ചെയ്തൊക്കെ കാണിച്ചു. ഞാൻ ഈ ഗ്രാമഫോണൊക്കെ നമ്മൾ കൗതുകത്തിന് വേണ്ടി ചിലയിടത്തൊക്കെ ഇരിക്കുന്നതാണ്, പക്ഷെ അതൊന്നും പ്ലേ ചെയ്ത് കാണാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ ഇലക്ട്രിക്കൽ വേർഷൻ അവിടെ ഉണ്ട്. മാത്രമല്ല പഴയ രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ പ്രവർത്തിച്ച് കാണുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു കൗതുകമാണ്. ഇവൻ നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ അവിടെ എന്ത് തൊട്ടാലും അത് മ്യൂസിക് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കാരണം കൊച്ചു കൊച്ചു ഭംഗിയുള്ള വണ്ടികളൊക്കെ നമ്മൾ അവിടെ ഇരിക്കുന്നതാണ്. അപ്പം നമുക്ക് തോന്നുന്നത് വെറും വണ്ടി മാത്രമാണ്, പക്ഷേ അതല്ല, ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്ത് പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി, പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റുന്ന വണ്ടികളാണ്. അവിടെ ഒരു ഡയൽ ഇരിപ്പുണ്ട്. ആ ഡയൽ അതൊരു ഇതുപോലൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അങ്ങനെ അവിടെ എന്താണ് നമ്മുടെ കണ്ണെത്തുന്ന എല്ലായിടത്തും ഇരിക്കുന്നത് ഇതുപോലെ മ്യൂസിക്കും സൗണ്ടും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളാണ്. നിങ്ങൾക്കും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരം മുടവൻമുകളിലാണ്. അവിടെ ചെന്നാൽ ഇത് കാണാൻ സാധിക്കും. സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാക്കാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കളക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ബ്രാൻഡുകൾ, ലോകോത്തരമായിട്ടുള്ള കുറേ ബ്രാൻഡുകളുണ്ട്. അതിൻ്റെയൊക്കെ ചില പീസുകൾ അദ്ദേഹം ഇങ്ങനെ സ്വന്തം കളക്ഷനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങാൻ പറ്റില്ല, കാണാൻ മാത്രമേ പറ്റുള്ളൂ. മറ്റെല്ലാം നമുക്ക് അവിടെ ഒരുപാട് കളക്ഷൻ സജി കൃഷ്ണന്റെ കയ്യിലുണ്ട്. സംഗീതത്തെ സ്നേഹിക്കുന്ന സജി കൃഷ്ണന്റെ കയ്യിലുള്ള ഈ കളക്ഷൻസ് നമുക്ക് നേരിട്ട് തന്നെ കാണാൻ മാത്രമല്ല, ഇഷ്ടമാണെങ്കിൽ ഈ നൊസ്റ്റാൾജിയും വിന്റേജ് കളക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുവരാനും പറ്റും.